ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 11ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യൂണറും ഗോക്ലാനിലെ ജനറലും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗോക്ലാന്റെ നേതാവും യൂണറിന്റെ ഫാദറുമായിട്ടുള്ള വ്യക്തിയോട് വന്ന് പറയുന്നതാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് കേവലം മൂഗോയെ കൊണ്ട് മാത്രം ഇത്രയൊക്കെ ചെയ്തു കൂട്ടാൻ സാധിക്കില്ല എന്നാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ബന്ധനസ്ഥയിലായിരിക്കുന്ന മെഡിസിൻ എൽഡറിനെ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മൂഗോയെ കാണിക്കുന്നു. സോൾഹാളിന്റെ പവറുകളെ കുറിച്ചൊക്കെ പറഞ്ഞാണ് മെഡിസിൻ എൽഡറിനെ ഭീഷണിപ്പെടുത്തുന്നത്. അയാളുടെ ശക്തി ഉപയോഗിച്ച് മെഡിസിൻ എൽഡറിനെ കൊല്ലാം, ജീവനോടെ വെറുതെ വിടാം, വേണമെങ്കിൽ ശേഷിച്ച ജീവിതകാലം മുഴുവനും അങ്ങനെ അവിടെ തന്നെ ദുരിതം അനുഭവിക്കാനും വിടാം. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മെഡിസിൻ എൽഡർ പറഞ്ഞത് ബോൺ സ്പിരിറ്റ് ചില്ലി ഫ്ലെയിം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ മെഡിസിൻ എൽഡർ അത് കൊടുത്തു കഴിഞ്ഞാലും അയാളെ മൂഗോയെ എന്തെങ്കിലും ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മൂഗോയെ എന്ത് കണ്ടീഷനാണ് നിനക്ക് മുന്നോട്ട് വെക്കാനുള്ളതെന്ന് ചോദിക്കുന്നു. മെഡിസിൻ എൽഡർ അപ്പോൾ മുന്നോട്ട് വെക്കുന്ന കണ്ടീഷൻ മെഡിസിൻ എൽഡർ തന്നെ അത് ചെയ്യുമെന്നാണ്. അതായത് ഹെവൻലി ഫ്ലെയിംസിന്റെ സഹായത്തോടു കൂടി മാത്രമേ സോൾ ലോക്കിനെ ഫീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോൾ ഡിസ്ട്രോയർ ആണ് മൂഗോയെ എങ്ങനെയാണ് സോൾ ലോക്കിനെ ഫീഡ് ചെയ്യിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തത്. ഒരു പ്രത്യേക തരം ഫോർമേഷന്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സോൾ ലോക്കിൽ നിന്ന് ഒരുപാട് ശക്തികൾ കിട്ടുമെന്നാണ് മൂഗോ വിശ്വസിക്കുന്നത്. എന്നാൽ മെഡിസിൻ എൽഡറിന്റെ ആവശ്യം കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ മൂഗോ പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലാമെന്നാണ്. അത് കേട്ട് കഴിയുമ്പോൾ മെഡിസിൻ എൽഡർ ചോദിക്കുന്നു, ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെക്കാളും പവർഫുൾ ആയി തീരുമോ എന്ന് നീ ഭയക്കുന്നുണ്ടോ? അത് കേട്ട് കഴിയുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ സോൾ ലോക്ക് ഉള്ള സ്ഥലത്തേക്ക് മെഡിസിൻ എൽഡറിനെ മൂഗോ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഒരു പാറ പോലെയുള്ള ഒരു സാധനത്തിലേക്ക് കുറെ എനർജിയൊക്കെ പ്രവേശിക്കുന്നുണ്ടായിരുന്നു. ഹെവൻലി ഫ്ലെയിംസിന്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. മൂഗോയുടെ കയ്യിലും ഒരു ഹെവൻലി ഫ്ലെയിം ഉണ്ടല്ലോ, അതിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. അതിനെപ്പറ്റി മൂഗോയോട് ചോദിച്ചു കഴിയുമ്പോൾ സോൾഹാളിന്റെ ഇറ്റേർണൽ ഇമ്മോർട്ടാലിറ്റിയുടെ റൂട്ട് ഇരിക്കുന്നത് അതിലാണ് എന്നാണ്. അയാളുടെ മാസ്റ്റർ മരിക്കുന്നതിന് മുമ്പ് അയാളെ അത് പഠിപ്പിച്ചതായിരുന്നു. ഏറ്റവും വിശ്വസ്തരായവർക്ക് മാത്രമേ അത് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. മൂഗോയുടെ മാസ്റ്റർ അത് എവിടെയോ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. മൂഗോയുടെ മാസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം മൂഗോ തന്നെയായിരുന്നു അത് കുഴിച്ചെടുത്തത്. ഇതിനെ ഫൈറ്റിംഗ് എനർജിയൊക്കെ ഉപയോഗിച്ച് ഫീഡ് ചെയ്യുന്നതിലൂടെ അവസാനമില്ലാത്ത ഒരുപാട് ശക്തികളായിരിക്കും കിട്ടുക. മൂഗോ ആ കല്ല് അന്വേഷിച്ചു പോയി അത് കണ്ടുപിടിച്ച് എടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കേട്ടത് സോൾ ഡിസ്ട്രോയർ ആണ് അയാളുടെ ഇടത്തെ കൈ ശരിയാക്കി കൊടുത്തത് എന്നാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കാണിക്കുന്നത് മൂഗോ ആ കല്ലിന്റെ അടുത്ത് വെച്ച് അയാളുടെ ഇടത്തെ കൈയുള്ള ചോര ആ കല്ലിലേക്ക് വീഴ്ത്തുമ്പോഴാണ് ഇടത്തെ കൈ വീണ്ടും കറുത്ത പുകയുടെ രൂപത്തിൽ അവിടെ ഉണ്ടായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ മെഡിസിൻ എൽഡർ ചോദിക്കുകയാണ്, അപ്പോ ഈ കല്ലും ഈ ഫോർമേഷനും ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലേ സോൾഹാളിന് ഒരു അവസാനവും ഇല്ലാത്തത്? ഇതുവഴി മറ്റുള്ള ആളുകളുടെ ഫൈറ്റിംഗ് എനർജി ഒക്കെ നിങ്ങൾ അബ്സോർബ് ചെയ്യുന്നു. മൂഗോ അതെല്ലാം ശരി വെച്ചിട്ട് പറയുകയാണ്, എന്റെ മാസ്റ്റർ പറഞ്ഞത് ഞാൻ ഇതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസ്റ്റർ ഞാനാകുമെന്നാണ്. നീ നിന്റെ ബോൺ സ്പിരിറ്റ് ചില്ലി ഫ്ലെയിം ഇതിലേക്ക് ഓഫർ ചെയ്തു എന്ന് കരുതി നീ ഒരിക്കലും എന്റെ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നില്ല. ഞാൻ തന്നെയായിരിക്കും സോൾഹാളിന്റെ മാസ്റ്റർ. മെഡിസിൻ എൽഡർ അപ്പോൾ ആ പദവിയിലൊന്നും തനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, സോൾ ഡിസ്ട്രോയറുടെ യഥാർത്ഥ ശക്തിയും യഥാർത്ഥ ടെക്നിക്കുകളും നമ്മളെല്ലാവരും കണ്ടതല്ലേ. അവൻ ഒരിക്കലും എളുപ്പത്തിൽ അവന്റെ പദവി നിനക്ക് തരാൻ പോകുന്നില്ല. ഇതിലെന്തൊക്കെയോ ചതിയുണ്ട് എന്ന് മെഡിസിൻ എൽഡർ പറയുന്നു. ഇത് നിന്റെ ശക്തികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്നെ അയാൾ യൂസ് ചെയ്യുകയാണ് എന്ന് മെഡിസിൻ എൽഡർ പറഞ്ഞിട്ട് പോലും മൂഗോ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. മെഡിസിൻ എൽഡർ അതിന് വഴങ്ങിയില്ലെങ്കിൽ അയാളെ ജീവനോടെ വിടില്ല എന്ന് പറഞ്ഞ് മെഡിസിൻ എൽഡറിനെ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്യുന്നു. മെഡിസിൻ എൽഡർ അപ്പോൾ നിനക്കത് പറ്റോ എന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ കറുത്ത പുകയുടെ ശക്തി ഉപയോഗിച്ച് മൂഗോ മെഡിസിൻ എൽഡറിനെ ആക്രമിക്കുന്നു. ബോൺ സ്പിരിറ്റ് എടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. അപ്പോഴാണ് മൂഗോയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. മെഡിസിൻ എൽഡറിന്റെ ഉള്ളിൽ ബോൺ സ്പിരിറ്റ് ചില്ലി ഫ്ലെയിം ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ മെഡിസിൻ എൽഡർ പറയുന്നത് ഇപ്പോഴും നീ ഒരു മണ്ടൻ തന്നെയാണല്ലോ എന്നാണ്. ഒരുപാട് ദേഷ്യമാകുന്ന മൂഗോ അപ്പോൾ പറയുകയാണ്, നീ അത് നിന്റെ ശിഷ്യൻ യാണിന് കൊടുത്തല്ലേ? ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എനിക്ക് ഇതും ചെയ്യാൻ സാധിക്കില്ല എന്നാണോ നീ കരുതുന്നത്? നീ നോക്കിക്കോ, നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്റെ ശിഷ്യനെ കൊല്ലുന്നത് ഞാൻ നിന്നെ കാണിച്ചു തരും. മെഡിസിൻ എൽഡറിനെ ആകട്ടെ അതിനുശേഷം നല്ലോണം ടോർച്ചറും ചെയ്യുന്നു. അവസാനം മെഡിസിൻ എൽഡറിന്റെ ബോധവും പോകുന്നു. പിന്നെ വീണ്ടും യൂണറിനെയും യൂണറിന്റെ ഫാദറിനെയും കാണിക്കുന്നു. യൂണർ ഫാദറിനോട് വിഷമത്തോടെ പറയുകയാണ്, എന്റെ ബ്ലഡ് ലൈന്റെ ശക്തി ഉപയോഗിച്ച് ഷിയോ ഫാമിലിയിലെ ആൻഷ്യന്റ് ജെയ്ഡിനെ സംരക്ഷിക്കണമെന്നും അത് ഗോക്ലാനിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും എന്നോട് പറഞ്ഞിരുന്നില്ലേ? യൂണറിന്റെ ഫാദർ അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, അപ്പോൾ നിനക്കതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ശേഷം അവളോട് അവിടെ മുട്ടുകുത്താൻ പറയുന്നു. പേടിച്ച് യൂണർ അവിടെ മുട്ടുകുത്തി നിന്ന് കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെമ്മോറിയൽ ടാബ്ലറ്റ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് യൂണറിന്റെ ഫാദർ പറയുകയാണ്, സോൾഹാളിനെതിരെയുള്ള ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച നമ്മുടെ പൂർവികരുടെ മെമ്മോറിയൽ ടാബ്ലറ്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. ഇവരുടെ മുമ്പിൽ വെച്ച് നീ സത്യം ചെയ്യണം, ഷിയോ ഫാമിലിയിലെ ആൻഷ്യന്റ് ജെയ്ഡിനെ പറ്റി നിനക്ക് ഒന്നും അറിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തി
നിവൃത്തിയില്ലാതെ യൂണർ എല്ലാ സത്യങ്ങളും പറയുന്നു. അത് നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല, യാണിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ദേഷ്യത്തോടെ യൂണറിന്റെ ഫാദർ അപ്പോൾ പറയുന്നത് അത് സംരക്ഷിക്കാൻ അവന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ്. കരഞ്ഞുകൊണ്ട് യൂണർ അതിന് ഉത്തരം പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് യാണിന്റെ ഫാദർ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് യാണിനെയാണ് എന്നാണ്. അത് മാത്രമല്ല, സ്വന്തം ജീവൻ കൊടുത്തും അവൻ അതിനെ സംരക്ഷിക്കുമെന്നും വാക്ക് കൊടുത്തിരുന്നു. അവൻ വാക്ക് തെറ്റിക്കില്ല, തീർച്ചയായും അതിനെ സംരക്ഷിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് യൂണർ പറഞ്ഞു കഴിയുമ്പോൾ അവളെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് കണ്ണു തുടച്ച് യൂണറിന്റെ ഫാദർ പറയുകയാണ്, നിന്നെ ഷിയോ ഫാമിലിയിലേക്ക് അയച്ചത് എന്റെ തെറ്റായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. യൂണർ അപ്പോൾ ചോദിക്കുന്നത് ആ ജെയ്ഡിന്റെ പ്രത്യേകതയെ പറ്റി എന്താണെന്ന് തന്നോട് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്നാണ്. അപ്പോഴാണ് ഷിയോ ഫാമിലിയുടെ ആൻഷ്യൻ ജെയ്ഡിനെ കുറിച്ച് യൂണറിന്റെ ഫാദർ പറഞ്ഞു കൊടുക്കുന്നത്. സോൾഹാളിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള കീ ആണ് ഷിയോ ഫാമിലിയുടെ ആൻഷ്യന്റ് ജെയ്ഡ്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ വിഷമത്തോടെ യൂണർ ചോദിക്കുകയാണ്, അപ്പോൾ ഷിയോ ഫാമിലിയെ കുറിച്ച് ഓർത്ത് ഫാദറിന് ഒരു ആകുലതയും ഉണ്ടായിരുന്നില്ലല്ലേ? ആൻഷ്യന്റ് ജെയ്ഡിനെ കുറിച്ച് ഓർത്ത് മാത്രമേ ഫാദറിന് ആകുലതയുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ വന്നാലും മിക്കവാറും അവൻ ഇപ്പോൾ സോൾഹാളിന്റെ അടുത്തേക്ക് തന്നെ ആയിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. അവന്റെ മാസ്റ്ററിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ സെൻട്രൽ പ്ലെയിനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. സോൾഹാളിനെതിരെയുള്ള ഈ ഫൈറ്റിൽ ആൻഷ്യന്റ് ജെയ്ഡ് അവന് സഹായമാകുമെങ്കിൽ അത് അവന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത്? യൂണറിന്റെ ഫാദർ അപ്പോൾ പറയുന്നത് സോൾഹാള് എത്രമാത്രം ടെറിബിൾ ആണെന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ്. യൂണർ അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ മൂഗുവുമായിട്ട് ഫൈറ്റ് ചെയ്തതാണ്. ശരിയാണ്, അയാൾ ഫൈറ്റിംഗ് ആൻസെസ്റ്റർ ലെവലിലാണ്. പക്ഷേ തീർച്ചയായും യാൺ ഉടനെ തന്നെ ആ ലെവലിൽ എത്തും. യൂണറിന്റെ ഫാദർ അപ്പോൾ പറയുകയാണ്, മൂഗോയുടെ ശക്തിയല്ല ഭയക്കേണ്ടത്, മറിച്ച് അവരുടെ ഇമ്മോർട്ടാലിറ്റിയാണ്. അവരെ ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കോണ്ടിനെന്റിൽ ഗൂക്ലാന്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള 8 ക്ലാനുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ക്ലാൻ ആയിരുന്നു സോൾ ക്ലാൻ. അവരുടെ കൂട്ടത്തിൽ ജീനിയസ് ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് എംപറർ ഉണ്ടായിരുന്നു. സോൾ ഹെവൻ എംപറർ എന്നായിരുന്നു അയാൾ സ്വയം വിശേഷിപ്പിച്ചത്. അയാളാണ് സോൾഹാളിന്റെ ഈ കാണുന്ന ഈവിൾ ടെക്നിക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇതുവഴി ആളുകളെ കൊന്നുകൊണ്ട് അവരുടെ ഫൈറ്റിംഗ് എനർജി അബ്സോർബ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അതിനുവേണ്ടി അവർ സൃഷ്ടിച്ചതാണ് ഹാൾ ഓഫ് സോൾസ്, അതായത് സോൾ ഹാള്. വളരെ ക്രൂരമായിട്ടുള്ള കൾട്ടിവേഷൻ ടെക്നിക്കുകളാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുവഴി സോൾ ക്ലാനിലെ ജീനിയസ് ആയിട്ടുള്ള ആ വ്യക്തി ഒരു ദൈവമാകുന്നതിന്റെ അടുത്തുവരെയും എത്തിയതാണ്. അവസാനത്തെ ഫൈറ്റിംഗ് കോഡ് ഇല്ലാതായതിനു ശേഷം കുറെ വർഷക്കാലത്തേക്ക് ഫൈറ്റിംഗ് കോഡായിട്ട് ആരും ഉണ്ടായിട്ടില്ല, ആ പദവിയിലേക്ക് ആരും എത്തിയിട്ടില്ല. എന്നാൽ സോൾ ക്ലാനിലെ ഈ ജീനിയസ് ആയിട്ടുള്ള വ്യക്തി ഫൈറ്റിംഗ് കോഡ് ആവുന്നതിന് വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ തയ്യാറായിരുന്നു. അതിനുവേണ്ടി പവർഫുൾ ആയിട്ടുള്ള മറ്റു ക്ലാനുകളുടെ നേരെ പോലും തിരിയാൻ തയ്യാറായി. അങ്ങനെ എല്ലാവരും അവരുടെ ശത്രുവായി തീർന്നു. അവരുമായിട്ടുള്ള ആ യുദ്ധത്തിൽ എന്തോരം പേരാണ് മരിച്ചു വീണത്. എന്നിട്ടും സോൾ ഹെവൻ എംപറർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആ വ്യക്തിയെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിച്ചില്ല. പക്ഷേ ഷിയോ ക്ലാനിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൂർവികനായിട്ടുള്ള ഷിയോ ഷുവാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. സ്വന്തം ജീവൻ പോലും ത്യജിച്ച് സോൾ ഹെവൻ എംപററിനെതിരെ പോരാടാൻ അയാൾ തയ്യാറായി. അതിന്റെ ഫലമായിട്ട് ഷിയോ ഷുവാൻ എന്നേക്കുമായിട്ട് ഇല്ലാതായി. എങ്കിലും അവസാനം സോൾ ഹെവൻ എംപററിനെ സീൽ ചെയ്യാൻ സാധിച്ചു. യൂണർ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ചോദിക്കുകയാണ്, അപ്പോ പവർഫുൾ ആയിട്ടുള്ള 8 ക്ലാനുകളിൽ ഒരു ക്ലാൻ ഷിയോ ക്ലാൻ ആയിരുന്നല്ലേ? വെറുതെ അല്ല മരിക്കുന്നതിന് മുമ്പ് യാണിന്റെ ഫാദർ യാണിനോട് പറഞ്ഞത് ഷിയോ ക്ലാന്റെ ഉത്ഭവം സെൻട്രൽ പ്ലെയിനിലാണെന്ന്. ആ ഒരു വലിയ ഫൈറ്റിന് ശേഷമാണ് ഷിയോ ക്ലാനും സോൾ ക്ലാനും ഒക്കെ ദുർബലമായിട്ടുള്ള ഒരു സാധാരണ ക്ലാൻ ആയിട്ട് മാറിയത്. അതിനുശേഷം വർഷങ്ങളോളം ഈ കോണ്ടിനെന്റ് സമാധാനപൂർവ്വമായിട്ട് പോയതാണ്. പക്ഷേ 50 വർഷത്തിന് മുമ്പ് സോൾ ഡിസ്ട്രോയർ പ്രത്യക്ഷപ്പെട്ടു. സോൾ ഹെവൻ എംപറർ ഉപയോഗിച്ച അതേ ടെക്നിക്കുകൾ തന്നെയായിരുന്നു അയാളും പ്രയോഗിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹാൾ ഓഫ് സോൾസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റതുപോലെയായിരുന്നു അത്. അന്ന് അവരെ ആദ്യമായിട്ട് എതിർത്തത് സ്റ്റാർഫോൾ ഹാളിലെ മെഡിസിൻ എൽഡർ ആയിരുന്നു. പക്ഷേ മെഡിസിൻ എൽഡറിന്റെ ജൂനിയർ ആയിട്ടുള്ള മൂഗോയെ സോൾ ഡിസ്ട്രോയർ അവരുടെ പക്ഷത്താക്കി. ശേഷം മെഡിസിൻ എൽഡറിന് വിഷം കൊടുത്തത് ഈ മൂഗോയൊക്കെയാണ്. ആ ഒരു സംഭവത്തിന് ശേഷം പ്രധാനപ്പെട്ട 4 ക്ലാനുകൾ ഒരുമിച്ച് സോൾ ഡിസ്ട്രോയറെ സീല് ചെയ്യുകയായിരുന്നു. ഗൂക്ലാനും അതിലുണ്ടായിരുന്നു. അന്ന് എല്ലാം കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അന്ന് സോൾ ഡിസ്ട്രോയറിനെ സീല് ചെയ്യുന്ന സമയത്ത് അപ്രത്യക്ഷനായ മൂഗോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. സോൾ ഡിസ്ട്രോയറും സോൾ ഹെവൻ എംപററും ഉപയോഗിക്കുന്ന അതേ ടെക്നിക്കുകൾ തന്നെയാണ് മൂഗോയും പ്രയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സോൾ ഹാള് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഗൂക്ലാന് മാത്രമേ അവരെ നേരിടാനാവുകയുള്ളൂ. അയാൾ പറയുന്നത് പണ്ട് ഗൂക്ലാൻ എത്രമാത്രം പവർഫുൾ ആയിരുന്നുവോ അതേപോലെ തന്നെ ഇപ്പോഴും ഗൂക്ലാൻ പവർഫുൾ ആണ് എന്നാണ്. മാത്രമല്ല ഗൂക്ലാന്
ഷീഷാന് മാത്രമേ സോൾഹാളിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാനാവുകയുള്ളൂ എന്നും പറയുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ യൂണറിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു. ഇപ്പോ മൂഗു അത്രയ്ക്ക് പവർഫുൾ അല്ല, പക്ഷെ ഉടനെ തന്നെ സോൾ ഡിസ്ട്രോയറിന്റെ പോലെ അല്ലെങ്കിൽ സോൾ ഹെവൻ എംബറിന്റെ പോലെ ആകും. അതിനുശേഷം അവനെ എളുപ്പത്തിലൊന്നും തടുക്കാനാകില്ല. യൂണർ അപ്പോൾ ആകുലപ്പെടുന്നത് യാണിനെ കുറിച്ച് ഓർത്താണ്. യാണിനെ അത് എങ്ങനെയെങ്കിലും അറിയിക്കണമെന്ന് പറയുന്നു. യൂണറിന്റെ ഫാദർ അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, നിനക്കിനി യാണുമായിട്ട് ഒരു ബന്ധവുമില്ല. യാണുമായിട്ട് മാത്രമല്ല ഷിയോ ഫാമിലിയുമായിട്ടും. ഇനി നീ ഗൂക്ലാൻഡേത് മാത്രമാണ്. ഗൂക്ലാൻഡ് ലേഡി എന്ന നിലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് നിന്നെ കാത്തിരിക്കുന്നത്. നീ ചെയ്ത ഈ തെറ്റിന് പരിഹാരമായിട്ട് 3 ദിവസത്തിനുള്ളിൽ ഗൂക്ലാൻഡിലെ ഓൾട്ടറിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കണം. യാതൊരു കാരണവശാലും അവിടുന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. അവിടെ വെച്ച് നന്നായിട്ട് ഹാർഡ് വർക്കും ട്രെയിനും ചെയ്ത് നിന്റെ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കൂ. യൂണറിന് അതെല്ലാം കേട്ട് ഒരുപാട് വിഷമമാകുന്നു. ശേഷം ഇക്കാര്യങ്ങളെല്ലാം അതിനുശേഷം ഗൂക്ലാൻഡിലെ ജനറലിനോടും യൂണർ പറയുന്നതായിട്ട് കാണിക്കുന്നു. ആൻഷ്യന്റ് ജെയ്ഡിനെ കുറിച്ച് ഫാദറിനോട് പറഞ്ഞപ്പോൾ സോൾഹാളിനെ കുറിച്ച് ഫാദർ പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം അവൾക്ക് കിട്ടിയ പണിഷ്മെന്റിനെ കുറിച്ചും ജനറലിനോട് പ്രത്യേകം പറയുന്നു. ഇതെല്ലാം തന്നെ ജനറലിനോട് പറയാൻ കാരണം വേറൊന്നുമല്ല, യാണിനെ കുറിച്ച് ഓർത്ത് യൂണർ ആകുലപ്പെടുന്നു. യാൺ അപകടത്തിലായ ഈ സമയത്ത് യാണിന്റെ കൂടെ ആയിരിക്കാനാണ് യൂണർ ആഗ്രഹിക്കുന്നത്. അതിന് ജനറലിന്റെ സഹായം വേണം. പക്ഷേ ജനറലും അവളെ അതിനെ അനുവദിക്കുന്നില്ല. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് വിഷമത്തോടെ യൂണർ പറഞ്ഞു, എനിക്കറിയാം ഞാൻ ആവശ്യപ്പെട്ട കാര്യം നിന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പൊസിഷനിലാണ് എത്തിക്കുക. പക്ഷേ ഇവിടെ എനിക്ക് സഹായം ചോദിക്കാൻ നീ അല്ലാതെ വേറെ ആരാണുള്ളത്? അത് കേട്ട് കഴിയുമ്പോൾ ഗൂക്ലാൻഡിലെ ജനറലിന് അല്പം വിഷമമാകുന്നു. അവളോട് സിമ്പതി തോന്നുന്നു. അവസാനം അവളെ സഹായിക്കാൻ തയ്യാറുമാകുന്നു. പക്ഷെ ഒരു കണ്ടീഷനാണ് മുന്നോട്ട് വെക്കുന്നത്. യൂണറിന്റെ ഫാദർ പറഞ്ഞ പോലെ ഗൂക്ലാൻഡിലെ ഓൾട്ടർ സംരക്ഷിക്കാൻ അവൾ പോണം. പക്ഷെ അതുമൂലം എടുത്തു ചാടി പ്രവർത്തിക്കേണ്ട ഒരു കാര്യവുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജനറൽ ചെയ്തോളാം എന്നാണ് പറയുന്നത്. തന്നെ അവിടുന്ന് പുറത്ത് കടത്താൻ എന്തെങ്കിലും വഴി ജനറലിന് ഉണ്ടാകുമെന്ന് കരുതി യൂണർ ആകട്ടെ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഡീമൻ ഫ്ലെയിം വാലി എന്ന സ്ഥലത്തെ മെഴ്സണറി ക്യാമ്പാണ്. അവിടേക്ക് ഒരു ട്രഷർ ബോക്സ് പോലെയുള്ള ഒരു പെട്ടിയുമായിട്ട് ഒരു ക്യാരക്ടർ വരുന്നു. ഈ ക്യാരക്ടറിന്റെ പേരാണ് ലിറ്റിൽ ഫെയറി ഡോക്ടർ. യഥാർത്ഥ പേര് മറ്റൊന്നാണ്, പക്ഷെ അറിയപ്പെടുന്നത് ലിറ്റിൽ ഫെയറി ഡോക്ടർ എന്നാണ്. അവിടെയുള്ള ഗാർഡ്സിന് ഡീമൻ ഫ്ലെയിം വാലിയുടെ ടോക്കൺ കൊടുത്തു കഴിഞ്ഞിട്ടും കയ്യിലുള്ള പെട്ടിയിൽ എന്താണ് എന്നാണ് അവർ ചോദിച്ചത്. അതിന് ലിറ്റിൽ ഫെയറി ഡോക്ടർ ഉത്തരം പറഞ്ഞില്ല. സംശയം തോന്നി അവർ അവരുടെ നേതാവിന്റെ അടുത്തേക്ക് ലിറ്റിൽ ഫെയറി ഡോക്ടറെ കൊണ്ടുവന്നു. എല്ലാവരെയും പുറത്താക്കിയിട്ട് ഒറ്റയ്ക്കാണ് അയാൾ ലിറ്റിൽ ഫെയറി ഡോക്ടറെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യുന്ന മെഴ്സിനറീസിന്റെ നേതാവായിട്ടുള്ള വ്യക്തിയാകട്ടെ അവളുടെ കയ്യിലുള്ള ട്രഷർ ബോക്സിൽ എന്താണെന്ന് ചോദിച്ച് അത് എടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ലിറ്റിൽ ഫെയറി ഡോക്ടർ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ 7th ഗ്രേഡിലുള്ള ഒരു എലിക്സർ ആണ് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഡീമൻ ഫ്ലെയിം വാലിയിൽ എത്തുന്നത് വരെയും അത് തുറക്കരുതെന്നും അവളുടെ മാസ്റ്റർ പറഞ്ഞിരുന്നു എന്നും പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ അയാൾ അത് അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് ഇത് അവർക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് കരുതിയാൽ മതിയെന്ന് അവളുടെ മാസ്റ്ററിന്റെ അടുത്ത് ചെന്ന് പറയാൻ പറഞ്ഞു. എന്നാൽ ആ പെട്ടി തുറക്കുമ്പോൾ തന്നെ കറുത്ത പുക പോലെ എന്തോ ഒരു സാധനം അയാളുടെ മുഖത്തേക്ക് പെട്ടെന്ന് ഒരു ആക്രമണം നടത്തുന്നു. അതുമൂലം ഒരുപാട് വേദന അനുഭവിച്ച അയാൾ ഉച്ചത്തിൽ അലമുറയിട്ട് കരയുന്നു. അതിനുശേഷം ലിറ്റിൽ ഫെയറി ഡോക്ടർ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയിൽ തൊടാൻ നിന്നോട് ആര് പറഞ്ഞു? ഇതേ സമയം തന്നെ ഷീഷാൻ എന്ന് പേരുള്ള ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ തന്നെ കൂടെയുള്ള മറ്റൊരു സ്ത്രീയും പുറത്ത് ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. മെഴ്സിനറീസിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരെയും നിഷ്പ്രയാസം ആ സ്ത്രീ ആക്രമിച്ച് കൊല്ലുകയായിരുന്നു. കറുത്ത പുക ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്കാണ് അവർ നടത്തുന്നത്. ഇതുമൂലം അവർ സോൾഹാളിന്റെ കൂട്ടത്തിലുള്ളവരാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ആനിമേഷനിൽ ലിറ്റിൽ ഫെയറി ഡോക്ടർ എന്ന ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. അതിനുശേഷം ഷീഷാൻ അകത്തു വന്ന് നിഷ്പ്രയാസം മെഴ്സിനറീസിന്റെ ആ നേതാവിനെയും കൊല്ലുന്നുണ്ട്. ലിറ്റിൽ ഫെയറി ഡോക്ടർ അപ്പോൾ അവരെ കൊന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. ഷീഷാൻ അപ്പോൾ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ മുടിയിൽ തലോടിക്കൊണ്ട് എല്ലാം മാസ്റ്ററിന്റെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. ഇനി ജിയാനാൻ അക്കാദമിയിൽ നിന്ന് ആ സ്റ്റുഡന്റ് വരാൻ കാത്തിരുന്ന് അവനെ ട്രാപ്പിലാക്കുകയാണ് വേണ്ടത് എന്നാണ്. അവർ ഉദ്ദേശിക്കുന്നത് വേറെ ആരും അല്ല, യാണിനെ തന്നെയാണ്. അടുത്തതായിട്ട് അവർ യാണിനെ ട്രാപ്പിലാക്കാൻ പോവുകയാണ് എന്നാണ് തോന്നുന്നത്. യാണാണെങ്കിൽ ഡീമൻ ഫ്ലെയിം വാലിയുടെ അടുത്ത് എത്തിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അവിടെയുള്ള ഒരു പോർട്ടൽ ഉപയോഗിച്ചാണ് സെൻട്രൽ പ്ലെയിനിലേക്ക് പോകേണ്ടത്. യാൺ അവിടെ എത്തിക്കഴിയുമ്പോഴാകട്ടെ ആരെയും തന്നെ കാണുന്നുമില്ല. അവിടെയുള്ള എല്ലാവരെയും ലിറ്റിൽ ഫെയറി ഡോക്ടറും ഷീഷാനും കൂടി കൊന്നിരുന്നല്ലോ. അവരുടെ ഡെഡ് ബോഡീസ് പോലും നീക്കം ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ടെന്റിന്റെ ഉള്ളിലൊക്കെ കയറി അന്വേഷിച്ചു കഴിയുമ്പോൾ യാണിന് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെയും എല്ലാം നല്ല രീതിയിലാണ് അവിടെ പൊക്കൊണ്ടിരുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നത്. അവിടെ സ്ട്രഗിൾ നടന്ന പാടുകളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവരെന്തെങ്കിലും മിഷന് പോയിട്ടുണ്ടാകുമെന്നാണ് യാൺ കരുതുന്നത്. അപ്പോഴാണ് യാൺ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരുപാട് വാളുകൾ ഉണ്ടായിരുന്നു. മിഷനുമായി ബന്ധപ്പെട്ട് അവർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും അവർ വാൾ എടുത്തിട്ടുണ്ടാകും. എങ്കിലും അത് വലിയ കാര്യമാക്കാതെ അവിടെ വെച്ച് യൂണർ കൊടുത്ത ഹെവൻലി ടെക്നിക്കാണ് യാൺ പ്രാക്ടീസ് ചെയ്യുന്നത്. യാൺ അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് യൂണറും എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്യുക
ചെയ്യുകയായിരുന്നു. ഈ ടെക്നിക്കുകൾ അവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുമെന്നാണല്ലോ യൂണർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ യാൺ അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് യൂണറും അത് മനസ്സിലാക്കുന്നുണ്ട്. യാൺ ആകട്ടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. അതിൽ ഹെവൻലി ഫ്ലെയിംസിന് നല്ല പ്രാധാന്യമുണ്ടെന്ന് യാണിന് മനസ്സിലാകുന്നു. അതുമാത്രമല്ല ഹെവൻലി പ്ലേസിന്റെ ആ ഒരു സ്പേസിലേക്ക് തന്നെ യാൺ പോയി കഴിയുമ്പോൾ അവിടെ വെച്ച് ഒരാളുടെ ശബ്ദം അട്ടഹസിച്ചിരിക്കുന്നതായിട്ട് യാൺ കേട്ട് കഴിയുമ്പോൾ അത് ആരാണെന്ന് യാൺ ഉച്ചത്തിൽ ചോദിക്കുന്നു. അപ്പോ മറുപടിയായിട്ട് ആ ശബ്ദം പറയുന്നത് നീ ഫോളൻ ഹാർട്ട് ഫ്ലെയിംസ് ഉപയോഗിക്കുന്നു, എന്നിട്ടും ഞാൻ ആരാണെന്ന് അറിയില്ലേ എന്നാണ്. ഇതേ സമയത്ത് തന്നെ ഒരു തേള് യാണിന്റെ അടുത്തെത്തി യാണിന്റെ തോളിലേക്ക് ചാടി കയറുന്നു. എന്നാൽ കൂടുതലായിട്ട് എന്തെങ്കിലും അവന് ചെയ്യുന്നതിന് മുമ്പേ മെഡൂസ അവിടെ എത്തി അവന്റെ തോളിലുണ്ടായിരുന്ന തേളിനെ തട്ടിക്കളയുന്നു. പെട്ടെന്ന് തന്നെ യാൺ കണ്ണു തുറക്കുന്നു. മെഡൂസയോട് നിങ്ങൾ എന്താണ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ മെഡൂസ പറയുകയാണ് നീ മരിക്കാൻ പോവുകയാണ്, എന്നിട്ട് നീ അത് മനസ്സിലാക്കിയില്ലേ. ശേഷം ഉച്ചത്തിൽ ഒളിച്ചു നിൽക്കാതെ പുറത്തേക്ക് വരാൻ പറയുന്നു. പക്ഷെ എന്നിട്ടും ആരും പുറത്തേക്ക് വന്നില്ല. യാണിനോടാകട്ടെ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്റെ പെർമിഷൻ ചോദിക്കാതെ എന്തിനാണ് സെൻട്രൽ പ്ലെയിനിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നു. യാൺ അപ്പോൾ തന്റെ മാസ്റ്ററിനെ രക്ഷിക്കാനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. മെഡൂസ അപ്പോൾ അവന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറയുന്നത് സെൻട്രൽ പ്ലെയിനിൽ ഒരുപാട് നിധികളുണ്ട്, അവൾക്ക് ആവശ്യമുള്ള പില്ല് റിഫൈൻ ചെയ്യാനുള്ള ഹെർബ്സ് അവിടുന്ന് കിട്ടും, അതിനു മുമ്പ് അവൻ മരിക്കുകയാണെങ്കിൽ എന്നൊക്കെയാണ് മെഡൂസ പറയുന്നത്. യാൺ വേദനയാൽ പൊളയുന്ന സമയത്താണ് പുറകിൽ ഷീഷാൻ വന്നിരിക്കുന്നതായിട്ട് യാൺ കാണുന്നത്. മെഡൂസയ്ക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഷീഷാനെ കണ്ട ഉടനെ തന്നെ മെഡൂസ അധികം സംസാരിക്കാനൊന്നും നിന്നില്ല. പാഞ്ഞു ചെന്ന് ഷീഷാനെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഷീഷാൻ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മേഴ്സിനറിയിലുള്ളവരെ എളുപ്പത്തിൽ കൊന്നതുപോലെ മെഡൂസയെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഷീഷാൻ അല്പനേരം നല്ല രീതിയിൽ ആക്രമിച്ച് നിന്നതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മെഡൂസയുടെ ആക്രമണം കിട്ടി തെറിച്ചു പോയി വീണ് ചോര തുപ്പുകയായിരുന്നു. യാൺ അതിനുശേഷം ഷീഷാന്റെ അടുത്ത് നീ ആരാണ്, എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഷീഷാൻ തുപ്പിയ ചോരയിൽ നിന്ന് കറുത്ത പുക വമിക്കുന്നതായിട്ട് അവർ കാണുന്നത്. അതിൽ നിന്ന് മെഡൂസയ്ക്ക് മനസ്സിലാകുന്നു അവളുടെ ശരീരം മുഴുവനും വിഷമാണ്. ഷീഷാൻ ആകട്ടെ ഒരു വിധത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് രക്ഷപ്പെട്ടു പോകുന്നു. മെഡൂസ ഫോളോ ചെയ്യാൻ പോയതാണ്, എന്നാൽ യാൺ തടഞ്ഞു. മെഡൂസ ഒരു പാമ്പ് വർഗത്തിൽപ്പെട്ടതാണെന്നും ഷീഷാൻ ഒരു തേള് വർഗത്തിൽപ്പെട്ടതാണെന്നും ഈ ഒരു ആക്രമണത്തിലൂടെ അവർക്ക് പരസ്പരം മനസ്സിലാകുന്നു. യാൺ അപ്പോൾ പറയുകയാണ് മനഃപൂർവ്വം അവൾ നമ്മളെ ഇങ്ങോട്ട് നയിച്ചതാണ്, ഇവിടെ കുറെ ട്രാപ്പുകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മെഡൂസ അതെല്ലാം കേട്ട് എനിക്കൊന്നിനെയും പേടിയില്ല എന്ന് പറയുന്നു. യാൺ അപ്പോൾ അവരുടെ ടാർഗറ്റ് ഞാനാണ്, ഈ മാപ്പ് ഉപയോഗിച്ച് നിങ്ങൾ നേരത്തെ പൊക്കോളൂ എന്നൊക്കെ മെഡൂസയോട് പറയുന്നുണ്ട്. എന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നെ നീ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മെഡൂസ അവിടെ നിന്ന് പോയി. പിന്നെ കുറച്ചു കഴിഞ്ഞ് യാണിന്റെ അടുത്തേക്ക് ലിറ്റിൽ ഫെയറി ഡോക്ടർ വരുന്നതായിട്ട് കാണിക്കുന്നു. യാൺ ആ മാപ്പ് നോക്കിയിരിക്കുകയായിരുന്നു. ലിറ്റിൽ ഫെയറി ഡോക്ടർ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ കാര്യത്തിന് അവളെ നേരിടാമെന്ന് കരുതി അവളുടെ മുമ്പിൽ ചങ്ക് വിരിച്ച് നിന്നതായിരുന്നു. എന്നാൽ ലിറ്റിൽ ഫെയറി ഡോക്ടർ ആകട്ടെ വരുന്ന വഴിക്ക് തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ വിഷത്തിന്റെ ശക്തിയൊക്കെ പ്രയോഗിച്ചിരുന്നു. ഒരു പുക പോലെ അത് അവിടെ ആകെ വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതുമൂലം യാൺ ബോധം കെട്ട് വീഴുന്നു. അതിനുശേഷം ലിറ്റിൽ ഫെയറി ഡോക്ടർ യാണിനെ നിഷ്പ്രയാസം കൊല്ലാൻ തന്നെ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ യാണിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പഴയ ഒരു കാര്യം ലിറ്റിൽ ഫെയറി ഡോക്ടറിന് ഓർമ്മ വരുന്നത്. അവർ തമ്മിൽ നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ശരീരമാകെ വിഷമുള്ളത് കൊണ്ട് തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടറിന്റെ അടുത്ത് ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും ലിറ്റിൽ ഫെയറി ഡോക്ടർ കൊല്ലുമായിരുന്നു. എല്ലാവരും തന്നെ ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ അകത്തി നിർത്താനേ അതുകൊണ്ട് ശ്രമിച്ചിരുന്നുള്ളൂ. എന്നാൽ യാൺ മാത്രം അവളെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. തന്നോട് അടുക്കുന്ന എല്ലാവരെയും താൻ കൊല്ലുമെന്ന് പറഞ്ഞ് യാണിനെ അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും യാൺ അതിന് തയ്യാറായില്ല. നിന്റെ വിഷം എനിക്ക് ഏക്കില്ല എന്ന് ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും, നിന്റെ ശരീരത്തിലുള്ള വിഷമെല്ലാം ഞാൻ നീക്കം ചെയ്യും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ലിറ്റിൽ ഫെയറി ഡോക്ടറിനെ അന്ന് സഹായിക്കാൻ മനസ്സ് കാണിച്ചത് യാൺ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ബോധം കെട്ടുകിടക്കുന്ന യാണിനെ നോക്കിക്കൊണ്ട് ലിറ്റിൽ ഫെയറി ഡോക്ടർ കരയുന്നതായിട്ട് കാണിക്കുന്നു. യാണിനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. യാണിന്റെ കയ്യിലുള്ള മോതിരം നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മെഡൂസയാണെങ്കിൽ ഷീഷാനെ ഫോളോ ചെയ്ത് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം മറ്റൊരു സ്ഥലത്ത് വെച്ച് ഷീഷാനെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം വീണ്ടും അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. പക്ഷെ ഇപ്രാവശ്യം അധികം മെഡൂസയ്ക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല. കൂടുതൽ ആധിപത്യം പുലർത്തുന്നത് ഷീഷാൻ തന്നെ ആയിരുന്നു. കഴിഞ്ഞ അറ്റാക്കിലെ നീ എന്നെ പരാജയപ്പെടുത്തി, ഞാനതങ്ങനെ വെറുതെ വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷീഷാൻ ആക്രമിക്കുന്നത്. മെഡൂസ ഫൈറ്റിംഗ് ആൻസസ്റ്റർ ലെവലിലാണെന്ന് ഷീഷാൻ അറിയാം. അതുകൊണ്ട് ഷീഷാൻ പറയുകയാണ് ഇവിടുത്തെ പ്രത്യേക തരത്തിലുള്ള വായു ശ്വസിച്ചത് കൊണ്ടാണ് നിന്റെ ശക്തി ഒരുപാട് കുറഞ്ഞത്. അതായത് ആ സ്ഥലത്തെ വായുവിൽ അടങ്ങിയിരിക്കുന്ന മിയാമ എന്ന് പേരുള്ള ഒരു വസ്തു കാരണമാണ് മെഡൂസയ്ക്ക് മെഡൂസയുടെ പൂർണ്ണ ശക്തിയും പുറത്തെടുക്കാൻ സാധിക്കാത്തത്. ഫൈറ്റിംഗ് ആൻസസ്റ്റർ ലെവലിലുള്ള മെഡൂസ ഇപ്പോൾ ഫൈറ്റിംഗ് കിങ് ലെവലിലാണ്. എന്നാൽ അതൊന്നും തന്നെ ഷീഷാനെ അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടായിരുന്നു ഷീഷാൻ ആധിപത്യം പുലർത്തിയത്. ഒരു വിധത്തിലാണ് മെഡൂസ എല്ലാത്തിനെയും തടുത്തു നിർത്തുന്നത്. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.